പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ബുധനാഴ്ച സായനത്തിൽ നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് എത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അടുത്തുള്ള കത്തോലിക്ക ദേവാലയത്തെയും അവിടെയുള്ള സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ കുർബാനയെയും നമുക്കൊരു നിമിഷം ഒന്ന് ഓർക്കാം. നമുക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. വലിയ വാഗ്ദാന വചനമാണ് തമ്പുരാൻ നമുക്ക് ഇന്നേ ദിവസം നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നമ്മളുടെ ഏതെങ്കിലും വിധത്തിലുള്ള ദുഃഖാവസ്ഥകളുണ്ടെങ്കിൽ അതെല്ലാം പരിശുദ്ധ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഓ ഈശോയെ, നന്ദിയാളിൽ ഈ സായാഹ്നത്തെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ സായാഹ്ന ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, പ്രത്യേകിച്ച് ദുഃഖിതരായിരിക്കുന്ന മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പല വിധത്തിലുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവാനെന്ന് അരുളി ചെയ്ത ഈശോയെ, ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ദുഃഖം സന്തോഷമായി പകർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ നന്ദി. ഇപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന കാരണങ്ങളെല്ലാം സന്തോഷത്തിനുള്ള കാരണങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അശുദ്ധിഭാവത്തിന്മേലും വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്ന ഈശോയെ നന്ദി. പൈശാചിക ശക്തികൾ, ഇവരെ ദുഃഖിപ്പിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന പൈശാചിക ശക്തികളെ ശാസിക്കുകയും ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്ന ഈശോയെ നന്ദിയാളിലിയ ജോലി മേഖലകളെക്കുറിച്ച് വേദനിക്കുന്ന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അത്തരത്തിലുള്ള തിന്മകൾക്ക് കാരണമാകുന്ന സകലവിധ അന്ധകാര നരകീയ പൈശാചിക ദുഷ്ടശക്തികളെയും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിർജീവമാക്കി പ്രാർത്ഥിക്കുന്ന അശുദ്ധിഭാവത്തിന്മേലും വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്ന ഈശോയെ രോഗാവസ്ഥകൾക്ക് കാരണമാകുന്ന സകലവിധത്തിലുള്ള തിന്മകളുടെ അരിവുകളെയും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിർജീവമാക്കി പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. നാശത്തിന് പലവിധത്തിലുള്ള പാപശാപബന്ധനങ്ങൾക്കും നാശങ്ങൾക്കും കാരണമാകുന്ന സകലവിധ അന്ധകാര നരകീയ പൈശാചിക ദുഷ്ടശക്തികളെയും ശാസിക്കുകയും ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദുഷ്ടാരൂപികൾ ഞങ്ങളെ വിട്ടുപോവുകയും ഞങ്ങൾ യേശുവിൽ സമാധാനം കണ്ടെത്തുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഹാളിലി എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മളെ തന്നെ പൂർണ്ണമായും, പ്രത്യേകിച്ച് നമ്മളുടെ ഹൃദയത്തിലുള്ള ദുഃഖഭാരങ്ങൾ പൂർണ്ണമായും ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ ഹൃദയത്തിലുള്ള ഭാരമെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിലെ ചിന്തകളെയും ചിന്താഭാരങ്ങളെയും ദുഃഖത്തിന് കാരണമാകുന്ന സകലതിനെയും ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ദുഃഖം സന്തോഷമായി പരിണമിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ദൈവം വലിയ കൃപാവരങ്ങൾ, കൃപാദാനങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന ദൈവമാണ്. വാഗ്ദാനത്തിൻ്റെ വചനങ്ങൾ ബൈബിളിൽ അനേകായിരക്കണക്കിന് വാഗ്ദാനത്തിൻ്റെ വചനങ്ങൾ നമുക്ക് നൽകി വാഗ്ദാനങ്ങളുടെ ദൈവമായി അവിടെ നമ്മളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഭയങ്ങളിൽ നിന്ന് അവിടെ നമ്മളെ പൂർണ്ണമായി മോചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദുഃഖങ്ങളെ അവിടെ നിന്ന് എടുത്തു മാറ്റുന്നു. പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ, നമ്മളുടെ ദുഃഖാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നിരാശപ്പെട്ടു പോയേക്കാം. ഇതൊന്നും മാറുന്നില്ലല്ലോ, ഇത് ഞാൻ എത്ര അധ്വാനിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ട് ഇത് മാറുന്നില്ലല്ലോ എന്നുള്ള ചിന്ത നമുക്ക് വന്നേക്കാം. ചിലപ്പോൾ ദൈവാശ്രയ ബോധമുള്ളവർ, ദൈവഭക്തിയിലുള്ളവർ, ദൈവത്തെ തേടുന്ന അവർ അകപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ അവർക്ക് വരാവുന്ന ഒരാത്മീയമായ പീഡയാണ് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കേണ്ടി വരുമ്പോൾ, ആവർത്തിച്ച് പരിഹാരങ്ങളും പ്രാർത്ഥനകളും ചെയ്യേണ്ടി വരുമ്പോൾ ആവർത്തന വിരസതയുണ്ടാവുകയും അതുപോലെ തന്നെ ആവർത്തനത്തെക്കുറിച്ചുള്ള ആവർത്തിച്ചിട്ടും ശരിയാകുന്നില്ലല്ലോ എന്നുള്ള ഭയമുണ്ടാവുകയും
ഉത്കണ്ഠയുണ്ടാവുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ദുഃഖങ്ങൾ, സങ്കടങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലാണെങ്കിൽ നമുക്ക് ചിലപ്പോഴൊക്കെ കടന്നു വന്നേക്കാം. അത് വിട്ടുപോകാൻ വേണ്ടി നമുക്കിപ്പോൾ ആഗ്രഹിക്കാം. ഈ ആരാധന അതിശക്തമായി നമ്മളിൽ ഇടപെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ വാഗ്ദാന വചനം, ഈശോ പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങളിപ്പോൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ലോകം സന്തോഷിക്കും, പക്ഷെ നിങ്ങൾ ദുഃഖിക്കും. പക്ഷേ പേടിക്കേണ്ട, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. വലിയ വാഗ്ദാനമാണ് ഈശോ നൽകിയിരിക്കുന്നത്. ഈ വാഗ്ദത്തത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദുഃഖത്തിന് കാരണമാകുന്ന സകലതും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, ചിലപ്പോൾ അകാരണമായ ദുഃഖങ്ങൾ കൊണ്ട് നിറയുന്നവരും ഉണ്ടാകാം. ദുഃഖിച്ച് കുഞ്ഞുനാൾ മുതലേ ദുഃഖത്തിൻ്റെ ജീവിതം ജീവിച്ച് സന്തോഷിക്കാനുള്ള കാരണം വന്നാൽ എന്തെങ്കിലുമൊക്കെ ദുഃഖം കണ്ടുപിടിച്ച് വീണ്ടും ദുഃഖിക്കുന്നൊരവസ്ഥ, ഉത്കണ്ഠപ്പെട്ട് അവസാനം ഉത്കണ്ഠയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വ്യക്തികളും ഉണ്ടാകാം. അത്തരത്തിലുള്ളതെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം. പരിശുദ്ധാത്മവരവിനും പ്രവർത്തനത്തിനും അത് തടസ്സമായി മാറും. അതുകൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കുറച്ചുകൂടി സ്വസ്ഥമായി ഇരുന്നു കൊണ്ട്, പ്രത്യേകിച്ച് ഒത്തിരി തിരക്കുകളുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ആത്മാവിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ 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 ഹാലലൂയ. ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിലുള്ള മക്കൾക്ക് ശാരീരിക മാനസികമായ സകല മേഖലകളിലും വിടുതലും സൗഖ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖങ്ങൾ എടുത്തു മാറ്റി പ്രാർത്ഥിക്കുന്നു, സങ്കടങ്ങൾ എടുത്തു മാറ്റി പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദിയാളിൽ സങ്കടത്തിൻ്റെ കാരണങ്ങളെ ബന്ധിക്കുന്നു, വിട്ടുപോടെയെന്ന് കൽപ്പിക്കുന്നു. ഈശോയെ നന്ദിയാളിൽ ദൈവികമായതെല്ലാം നിലനിൽക്കുകയും ദൈവികമല്ലാത്തതെല്ലാം ഇവരിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. ഈശോയെ നന്ദിയാളിൽ ദൈവം നൽകിയ കുരിശുകൾ മാത്രം ഞങ്ങൾക്ക് മതി. ഈശോയെ നന്ദിയാളിൽ ബാക്കിയുള്ളതെല്ലാം ഞങ്ങളെ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈശോയെ നന്ദി. പിശാച് തരുന്നതെല്ലാം ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് ഞങ്ങളുടെ വഴികളിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദിയാളിലെ പാപകരമായതിലൂടെ കടന്നു വന്നിരിക്കുന്ന സകലതും ഞങ്ങളെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. ഈശോയെ നന്ദിയാളിലെ നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുവേ നന്ദി. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ സായനത്തിലെ ആരാധനയും നമുക്ക് ലഭിച്ച എല്ലാ കൃപാവരങ്ങൾക്കും നന്ദി പറയാം. അതോടൊപ്പം തന്നെ നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.